മനുഷ്യന്മാരെ ഇവന്മാരെല്ലാം നാട്ടിച്ച് വെട്ടി കഴിച്ച് പോണേ. ഇവന്മാരെല്ലാം ഒന്നും വീട്ടിലൊന്നും ഫലം ഇവരൊന്നും കിട്ടാതെ മുടിഞ്ഞു പോയ ഭഗവാൻ ഈ ചെയ്യുന്നതിന്റെ ഫലം അനുഭവിക്കാതെ ഇവന്മാരെല്ലാം ഈ ചെയ്യുന്നതിനെല്ലാം ഇവന്മാര് പ്രതീക്ഷകൾ വെച്ച് അനുഭവിക്കും. ഇതിന്റെ ഒന്നും ഇവന്മാർക്കൊന്നും ഇതിന്റെ ഫലം കിട്ടാതെ പോണേ ഭഗവാനെ. ഇവന്മാർ ഈ ചെയ്യുന്നതെല്ലാം കൂലി കൊടുക്കണേ ദൈവങ്ങളെ. മുടിഞ്ഞു പോണേ ഇവന്മാരെ, മുടിഞ്ഞു പോണേ ഭഗവാനെ. ആദ്യം കോർപ്പറേഷൻ എന്ന് വേണ്ട എന്തെല്ലാം ആയിരുന്നാൽ അടിക്കുന്നേ. ഉരാരിലാലിന്റെ കൊച്ചുമോന്റെ നോട്ടം കാണണം. ഇപ്പൊ പവനായിപ്പോ ലോകം അങ്ങനെ നോട്ടം ഇങ്ങനെ തുറിച്ച് നോക്കുക. അതിന്റെ 13,000 രൂപ വാടകയും വെച്ച് നാം തുറിച്ച് നോക്കുന്നത്. എന്താണ് അതിന്റെ വാടകയ്ക്ക് വല്ല കിടക്കുന്നോടാ? വാടക വന്നിട്ടാണ് കിടക്കുന്നത്. ആ വാടക വന്നിട്ടാണ് ഈ കുറിച്ചകത്ത് താമസിക്കുന്നത്. വെറുതെ ഇടേണ്ടത് നീ എന്തോടൊക്കെ തുറിച്ച് നോക്കാൻ. എനിക്ക് തോന്നിവാസം കാണിച്ചിട്ട് എന്നെ മോദിയോട് തുറിച്ച് നോക്കാൻ എന്താണ് ഇത്? തോന്നിവാസം നിങ്ങളുടെ എടുക്കല്ലേ വേണ്ടടാ. കൂടിപ്പഴിക്കുന്ന പെരുമാറി തോന്നിവാസ ക്രിമിനൽ കാക്കേട്ട ക്രിമിനൽ തേടി കേട്ട ക്രിമിനൽ കൂലി പഠിക്കുക പോലെ. ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? ഏത് നേരത്താണ് ഉണ്ടായത്? ആദ്യ നേരത്തുണ്ടായ സന്തതി അസുര വിത്ത് അസുര വിത്ത് അസുര വിത്ത് കോണം പിടിക്കാത്ത അസുര വിത്ത് കോണം പിടിക്കാത്ത അസുര വിത്ത് അസുര വിത്ത് അസുര വിത്തുകൾ കോണം പിടിക്കാത്ത അസുര വിത്തുകൾ കോണം പിടിക്കാത്ത അസുര വിത്തുകൾ ഒന്നൊക്കെയോട്ട് അടിക്കുന്ന സാമാനമെല്ലാം അത് സോക്കേടൊക്കെ പേടിക്കുന്നു. സോക്കേട് വെച്ച് നടക്കുക. സോക്കേട് വെച്ച് നടക്കുന്നവരോ എന്താണ് ഈ വായ്പയ്ക്കുന്ന പോത്തോട് അടിച്ച് കളപ്പിക്കുന്ന സോക്കേട്? എന്താ സോക്കേടാണ് വേടാ വെന്മാടികളെ? എന്താ സോക്കേട് മനസ്സിലാവില്ല. എന്താ സോക്കേട്? എന്താ സോക്കേടായത്? സോക്കേട് ഭയങ്കര എന്തോ പിടികളിച്ച സോക്കേടാമാർക്ക്. പിടികളിച്ച സോക്കേട് പിടികളിച്ച സോക്കേട് മാർക്ക് പിടികളിച്ച സോക്കേടാവുമാർക്ക്. അടിക്കുക സോക്കേട് സോക്കേട് വെച്ച് അടിക്കുക. സോക്കേട് വെച്ച് ഭയങ്കര സോക്കേടാ. എന്തായാലും ഭയങ്കര അസുഖവും സോക്കേട് വെച്ച് നടക്കുക. ഭയങ്കര സോക്കേടാ. എന്താ സോക്കേടാണോ ഇത്? സോക്കേട് കൊണ്ടൊക്കെ നടക്കും. സോക്കേട് പറയും. ഹലോ. മുരാരിയിലാണെന്ന് പറയുന്നത് എന്റെ മുഖത്തോട് ഇതെല്ലാം അടിച്ചേച്ച് കുറെ പുകയും കുറച്ച് കുറെ പുകയെല്ലാം അടിച്ചേച്ച് ആസിഡും
കുറെ DDT എല്ലാം മോന്തയ്ക്കോട് ദേഹത്തോടെ വിതറുവായിരുന്നു, സ്പ്രേ ചെയ്യുക. എന്നിട്ട് ഇവരിങ്ങനെ എന്റെ മോന്തയ്ക്കോട് ഇങ്ങനെ നോക്കും. അന്നേരം ആ കണ്ണിന്നില്ല, ആ കണ്ണിന്ന് എല്ലാം എഴുതി ദൈവം അടക്കി അവന്റെ എല്ലാം മോന്തയ്ക്കോട് ഇങ്ങനെ തുറിച്ച് നോക്കുന്നതാണ്. ഇന്ന് ഞാനും മുമ്പും കൂടെ വെളിയിൽ പോയി വെള്ളമൊക്കെ വായിച്ചതുകൊണ്ടപ്പോ ഇപ്പൊ അവന്റെ കൊച്ചുമോനാ ഓക്കെ. അതുപോലെ ഗോതമ്പൊക്കെ ഉണ്ട്. അതുപോലെ അമ്പാനി ഒരു സ്മാർട്ട് പോയിന്റ് ഉണ്ട്, അവിടെ പോയി അവന്മാരുണ്ട് ഇതുപോലെ ഫോണും കൊണ്ട് ഇങ്ങനെ ഇരിക്കും ഇതൊക്കെ പ്രവർത്തിപ്പിച്ചുകൊണ്ട്. അപ്പം പോയിട്ട് വന്നപ്പോ ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് മുഖം കറുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഇവരിങ്ങനെ കൊച്ചുമോൻ സ്കൂളിലെങ്ങാണ്ട് പഠിക്കുന്ന ഒരു അസുരയില്ല, അവരിങ്ങനെ നോക്കുവോ ഇതുപോലെ അപ്പൂപ്പന്റെ അസുരപ്പുറം അവനിങ്ങനെ നോക്കുവോ അസുരം. അതുപോലെ ഇതുപോലെ ഇങ്ങനെ ചെയ്യും. കൊച്ചുമോനെങ്ങാണ്ട് 10 താഴെങ്ങാണ്ട് പഠിക്കുന്ന ഒരു തെമ്മാടി അസുരനില്ല അവൻ. അവന്റെ കണ്ണ് ദൈവം താമസിക്കാൻ എടുക്കുമായിരിക്കും. ഇതുപോലെ ചെയ്യുന്നവന്മാരെല്ലാം കണ്ണുകൾ ഇങ്ങനെ ദൈവമേ മുടിഞ്ഞ് കേട്ട് കഴിഞ്ഞ് കത്തിച്ച് ലാഭലാക്കി കളയണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദ്രോഹം ചെയ്യുന്നവരെ എല്ലാം, ദ്രോഹം ചെയ്യിപ്പിക്കുന്നവന്മാരെ ചെയ്യിക്കുന്നവന്മാരെ എല്ലാം എല്ലാവരും വെണ്ണീറാക്കി കളയണേ ഭഗവാനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വെണ്ണീറാക്കണേന്ന് എങ്ങാണ്ട് തെമ്മാടികളെ. ഏസിയുള്ള മുറി എല്ലാവരും അടച്ചിരിക്കും, അതിനകത്തോട്ട് പുകയടിക്കുക. ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെ കാണിക്കുന്നു, ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെ തീയടിക്കുന്ന അടുപ്പ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉടനെ പുകയടി തുടങ്ങുന്നു. ഫേസ്ബുക്കിനകത്ത് തീയടിക്കുന്ന അടുപ്പ് വന്നാൽ ഞാനത് ഉണ്ടാക്കാൻ നടക്കുവന്നു. ഞാനത് ഉണ്ടാക്കാൻ ഞാൻ ഡൽഹിയില് ഫേസ്ബുക്കിൽ ഇങ്ങനെ കാണിക്കും തീയടിക്കുന്ന അടുപ്പ് കേരളത്തിലെല്ലാവരും ഇല്ല. കേരളത്തിലെ ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെ വരും തീയടിക്കുന്ന അടുപ്പ്, നമ്മളവിടെ തീയടിക്കുന്ന അടുപ്പ്. പക്ഷെ അതിനകത്ത് ഇങ്ങനെ റീല് പോലെ ഓരോ ഇടും, അപ്ലോഡ് ചെയ്യും നമ്മുടെ ഫേസ്ബുക്കിനകത്തോട്ട് വരാം. എന്നിട്ട് പിന്നെ നമ്മുടെ ഏതാണ്ട് അത് ഉണ്ടാക്കാൻ പോകുന്നു. ഫേസ്ബുക്കിനകത്ത് കണ്ടവരൊക്കെ ഇപ്പൊ ആദ്യത്താണ് ഞാൻ ഇവിടെ ഡൽഹിയില് ഒരു ഒറ്റ സ്മോക്കായിട്ട് വരുന്ന ഒരു തീയടിക്കുന്ന വേറൊന്നും കാറ്റിനകത്തൊന്നും ഇല്ല. ഒരു കുഞ്ഞു കൂടി കാറ്റും ഇതിനകത്ത് എവിടെ തീയടിക്കുന്ന അടുപ്പ്. കേരളത്തിലൊക്കെ അടുക്കളക്കകത്ത് തീയടിക്കുന്ന അടുപ്പ് എടുക്കുന്ന ഉപയോഗിക്കുന്ന പെണ്ണുങ്ങളുടെ മുഖത്ത് എല്ലാം കറുത്ത് കൈവാഴിച്ചിരിക്കുവാണ്. കറുത്ത് കൈവാഴിപ്പിക്കുന്നതാണ് നമ്മുടെ മുഖം. എന്തോ സൂക്കേടൊക്കെ മനസ്സിലാവുന്നില്ല. എന്തായാലും പുരാരികാരെന്ന് പറയുന്ന പെരുമാറി എവിടെയായാലും പിന്നെ സോക്കേട് ഏതാണെങ്കിൽ കുറേ നടക്കണേ മനസ്സിലായി. സോക്കേട് ഏതാണെന്ന് അറിയത്തില്ല. എടുക്കണം എന്തോ കിട്ടണ്ടായോ എടുക്കാതെ ഉമ്മാ പോയി പോലെ എടുക്കാനാ. അല്ല അതിനപ്പോ വീട്ടുകാരില്ലാത്തപ്പോഴോ എങ്ങനെ വീട്ടുകാരില്ലാത്തവരോ എവിടാ വീട്ടുകാരില്ലാത്തവരും ഫ്ലാറ്റ് ഇവിടെ കണ്ടേക്കാൻ മതി. ഇങ്ങനെ തൊട്ട് ഫ്ലാറ്റാ തൊട്ട് അല്ലാതെ ഫ്ലാറ്റിനകത്തൊന്നും തീയടിക്കുന്നതൊന്നുമില്ല. ഫ്ലാറ്റിനകത്ത് ഒരിടത്തും തീയടിക്കുന്നവരില്ല. എന്തുവാ അത് ഗവൺമെന്റിന്റെയാ മുക്കൂറിന്റെ അമ്മ താമസിക്കുന്നതാ. അത് ഫ്ലാറ്റ് പോലെ തന്നെ. അവിടെ എങ്ങും തീയടിക്കുന്ന അരച്ചിടവും ഇല്ല. തീയടിക്കുന്ന അരച്ചിടവും ഒരു ഫ്ലാറ്റിനില്ല. ഇവിടെ ഡൽഹി വന്ന് വരയ്ക്കാതെ ഒരു വട്ടിയും തീയടിക്കുന്ന അരച്ചില്ല. തീയടിക്കാൻ ആരച്ചിടവും അതൊന്നുമില്ല. അതൊക്കെ ഡ്രാമ എന്തെങ്കിലും നമ്മുടെ മുഖത്തോട്ട് നോക്കടിക്കുക എമാറ്റം കാണിക്കുന്നു. മുക്കുവിന്റെ അമ്മ അവിടെ ആർക്കേപോലെ സെക്കൻഡ് നൈറ്റിൽ തന്നെ മുക്കും അങ്ങോട്ട് പോകും. ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു രാത്രിയിൽ. ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നു മുക്കും. ഇന്നലെ രാവിലെ വന്നിട്ട് ഇന്ന് വൈകിട്ടാണ് പോയത്. 7 മണിക്കാണ് പോയത്. നാളെ ഇനി രാവിലെ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇന്നല്ലാതെ മുക്കും പോലെ ഞാനത് തന്നെയുള്ളു. നമ്മൾ പിന്നെ പാതിരാത്രിക്ക് എന്ത് വന്നാൽ നമ്മുടെ സ്പീക്കർ തന്നെ ഓഫ് ആകുക, ഓൺ ആകുക, പിന്നെ വൈഫൈ ആഴ്ചയിൽ 3-4 പ്രാവശ്യം കട്ടാക്കുക, പിന്നെ ഫോണിനകത്ത് പല പരിപാടികൾ ഫോണിനകത്ത് നമ്മൾ ഇതിനെല്ലാം തെളിവ് ഞാനിവിടെ ഒറ്റയ്ക്ക് രാത്രി കിടക്കുന്നതിനുള്ള തെളിവെല്ലാം ഉണ്ട്. അത് ഞാൻ സേവ് ചെയ്യാൻ വെച്ചിട്ടുണ്ടില്ല. ഇതെല്ലാം നമ്മളിവിടെ ഒറ്റയ്ക്കാണെന്നുള്ളതെല്ലാം സേവ് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിനകത്ത്